അപ്പോൾ നമ്മുടെ ആറാമത്തെ ഇഫ്താർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെറിയ ചെറിയ ഐറ്റംസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അധികം എണ്ണയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ട് ഒരു സ്നാക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു കുറച്ച് ഓയിൽ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണെന്നൊക്കെ. പക്ഷേ ഇന്ന് നമ്മൾ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എണ്ണക്കടി ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഇല്ല കേട്ടോ. അവർ നോമ്പൊക്കെ തുറന്നിട്ടാണ് വരിക. അപ്പോൾ അതിനുവേണ്ടി ചെറിയ സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഉമ്മ പിന്നെ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായിട്ട് മീൻ കറി കഴിക്കാത്തതുകൊണ്ട് വാപ്പാക്കൊരു ഭയങ്കര ഇടങ്ങേറ്. അപ്പോൾ എന്തായാലും മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മസാല റെഡിയാക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് കണ്ടപ്പോൾ മോള് പ്ലേറ്റ് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു പീസാക്കി ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ നോമ്പാകുമ്പോൾ ആളുടെ ഫുഡ് റൂട്ടീനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ അതും ഇതൊക്കെ അല്ലേ കൊടുക്കുന്നത്, സാധാരണ പോലെ ചോറൊന്നും കൊടുക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും കേട്ടോ. മോനെ ഞാനിവിടെ കരയാണ്ടിരിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ചൂടായതുകൊണ്ടാണ് കേട്ടോ ഡ്രസ്സൊന്നും ഇട്ട് കൊടുക്കാത്ത. അതിൻ്റെ ഇടയിൽ ഉമ്മ ഇതേ മട്ടൻ്റെ കറി റെഡിയാക്കുന്നുണ്ട്. ജസ്റ്റ് മസാലയൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടേ ഉള്ളൂ, ബാക്കി ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ മാവൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്, മൈദയും മുട്ടയും കുരുമുളകും ഒക്കെ ചേർത്തിട്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. ലോങ് വീഡിയോ ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റഗ്രാമിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇത് ചട്ടിപ്പത്തിരിൻ്റെ ഏകദേശം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വരിക. പക്ഷേ അതിനേക്കാളും ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ കണ്ണൂരിലൊക്കെ മിക്കപ്പോഴും സൽക്കാരമൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ദേ ഇതിങ്ങനെ മടക്കിയിട്ട് നമ്മളിങ്ങനെ സ്നാക്കിൻ്റെ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അതിങ്ങനെ വെച്ച് മടക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ റോട്ടി പിന്നെ കഞ്ഞി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഉമ്മ ഓൾറെഡി ഇത് കഞ്ഞിക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മോളൂന് പഴംപൊരി ആവശ്യമായതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്, കാരണം അവളത് മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്തിരി ജ്യൂസും അതുപോലെ തന്നെ ചിക്കു ഷേക്കാണ് കേട്ടോ ഇന്ന് അടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട മുന്തിരി ഞാനൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് ഇന്ന് സ്നാക്ക് ഉണ്ടാക്കിയ ജ്യൂസ് ഉണ്ടാക്കിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഓൾറെഡി ഇഷ്ടം പോലെ സ്നാക്സൊക്കെ റെസിപ്പീസ് ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തവണ ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പീസ് ഒന്നും ഇടാത്തത്. അപ്പോൾ നമ്മളിതേ നമ്മുടെ ചിക്കു ഷേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോമ്പ് തുറക്കാനൊക്കെ ആയി, നമ്മളിത് നോമ്പ് തുറക്കുന്നുണ്ട്. അപ്പോൾ അതെ ഇത്ര ഐറ്റംസേ ഉള്ളൂ. ഇന്ന് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാൻ സത്യം പറഞ്ഞാൽ ലേറ്റായി പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ തുറന്നിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇന്ന് സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.